കിച്ചണിൽ ചിക്കൻ നൂഡിൽസ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പം ഞാൻ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചിക്കൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ ചീന്തി വെച്ചുള്ളത്. പിന്നെ മല്ലിയില, കുരുമുളക് പൊടി, 2 മുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, കാബേജ് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, സവോള നീളത്തിലരിഞ്ഞത്, പിന്നെ ബീൻസ് നീളത്തിലരിഞ്ഞത്, 150 ഗ്രാം പ്ലെയിൻ നൂഡിൽസ്. അതങ്ങനെ നമുക്ക് കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. മസാലയൊന്നും ഇല്ലാണ്ട് വെറുതെ പ്ലെയിൻ നൂഡിൽസ് നമുക്ക് ഒരു പോണി വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കണം. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ചൈനീസ് ഡിഷിനൊക്കെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ വേണം ചേർക്കാനായിട്ട്. ഒന്ന് തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂഡിൽസ്. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. റെഡ് ക്യാപ്സിക്കം നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെല്ലോ ക്യാപ്സിക്കം ഇതൊക്കെ നമുക്ക് ഒന്നിങ്ങനെ നീളം ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് നൂഡിൽസ് പതുക്കെ ഒന്ന് നടു പൊട്ടിച്ച് ഇടാം. 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ 4 മിനിറ്റ്. വേവിൻ്റെ പോലെ നമുക്ക് എടുക്കാം. അധികം വെന്ത് കുഴയാൻ പാടില്ല. ഇത് തിള തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല വെന്തിരിക്കും. ഇതിപ്പോൾ വെന്ത് തുടങ്ങണുള്ളൂ. 1 മിനിറ്റും കൂടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഊറ്റി ഈ പാത്രത്തിലിടാം. അപ്പോൾ തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒന്ന് തൊടാണ്ട് നിൽക്കും. നൂഡിൽസ് തിളച്ചിട്ടുണ്ട്. വെന്തുണ്ടോ നമുക്കൊന്ന് നോക്കാം. വെന്ത് തുടങ്ങിയിട്ട് പകുതി വെന്തായിട്ട് കിട്ടുന്ന നൂഡിൽസാണ്. പെട്ടെന്ന് തന്നെ അത് വേവും. നമുക്ക് ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് കോരിയെടുക്കാം. വെള്ളം മാറ്റി ഇതിലേക്ക് ചേർക്കാം. എല്ലാ നൂഡിൽസും നമുക്കിങ്ങനെ കോരിയെടുക്കാം. അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം 1 കപ്പ് ഒഴിക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒന്ന് തെളിച്ച് കൊടുക്കാം. ഒന്ന് തൊടാണ്ട് അതങ്ങനെ ഇരുന്നോളും. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ചൈനീസ് ഡിഷിനൊക്കെ വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. ആദ്യം 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് നൂഡിൽസിന് വെക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല നീളത്തിൽ വേണം അരിയാനായിട്ട്. ഗ്രീൻ പീസ് ചേർക്കാം. അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, നീളത്തിലരിഞ്ഞ കാബേജ്, നീളത്തിലരിഞ്ഞ സവോള ഒക്കെ ചേർത്ത് ആദ്യം ക്യാരറ്റ് നമുക്ക് പാകം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ക്യാരറ്റ് കഴിഞ്ഞ് നമുക്ക് സവോള ചേർക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് മാറ്റാം. പിന്നെ നീളത്തിലരിഞ്ഞ സവോള, പിന്നെ നീളത്തിലരിഞ്ഞ കാബേജ്, വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ചിക്കൻ നീളത്തിൽ അരിഞ്ഞു വെച്ചത് 1 കപ്പ് ചേർക്കണം. അതൊന്ന് മൊരിഞ്ഞെടുക്കണം. എണ്ണ പോരെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം. ക്യാപ്സിക്കം അവസാനം ചേർത്താൽ മതി. അതിന് അത്ര ക്രിസ്പി ആയിട്ട് കഴിക്കാൻ തന്നെയാണ് നല്ലത്. ചിക്കൻ ഒന്ന് മൊരിച്ചതിന് ശേഷം ഇപ്പോൾ ബീൻസും ക്യാരറ്റും കാബേജും ഒക്കെ ഒന്ന് വെന്തുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കങ്ങൾ ചേർക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചത് അതൊന്ന് സോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് വെച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം.
ഓയിൽ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർക്കാം മുട്ട പൊരിക്കാനായിട്ട്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നീക്കി വെച്ച് മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിൽ തന്നെ ഇങ്ങനെ ഇളക്കി ചേർക്കാം. മുട്ട വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസ് ചേർക്കാം. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചാൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട മീലാണിത്. മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി നൂഡിൽസ് നമ്മൾ വേവിച്ച് തണുക്കാൻ വെച്ച നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾസൊക്കെ എത്തുന്ന പോലെ ഗ്യാസ് ചുരുക്കിയിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇത് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് 2 സ്പൂൺ, സോയാ സോസ് 1 സ്പൂൺ, ചില്ലി സോസ് 1/2 ടീസ്പൂൺ. ഇളക്കി എല്ലാ ഭാഗത്തേക്കും സോസ് യോജിപ്പിക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യമില്ല ഷുഗർ വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ചൈനീസ് ഡിഷിലൊക്കെ ഷുഗർ ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. മല്ലിയില വെച്ച് അലങ്കരിക്കാം. നമ്മുടെ ചിക്കൻ നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.